നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ഈ ലോകത്ത് ന്യൂനവും അന്യൂനവും ഇല്ലാത്ത ഒരു വസ്തുവില്ല. 100% ന്യൂനമായിട്ടുള്ള 100% അന്യൂനമായിട്ടില്ല. ഇവൻ ദൈവം പോലും 100% അന്യൂനമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നിരീശ്വരവാദികളുണ്ടല്ലോ, ദൈവം സൃഷ്ടിച്ചവർ തന്നെ കുറേ പേര് ദൈവത്തെ അംഗീകരിക്കില്ല. അപ്പോൾ അതും എതിരാണല്ലോ. പിന്നെ നമ്മളപ്പോൾ എന്താ ചെയ്യുക? കൂടുതൽ കുറവുള്ളതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് കുറച്ച് കുറവുള്ളത് സ്വീകരിക്കും. അതാണ് ലോകനീതി. ലോക ഉൽപ്പത്തി മുതൽ ഇന്നേ വരെ. അങ്ങനെ വരുമ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഷാഫി പറമ്പിലിനെ കുറിച്ചാണ്. ഷാഫി പറമ്പിൽ 100% നല്ലതൊന്നും അല്ല, ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷേ അത് എല്ലാവരെയും കാരണം മുസ്ലിം സമുദായത്തിന് കോട്ടയിൽ അദ്ദേഹത്തിന് കോൺഗ്രസ് സീറ്റ് കിട്ടി ജയിച്ച് അവിടെ ചെന്നിട്ട് പുള്ളി 2 മണ്ടത്തരം കാണിച്ചു. ഒന്ന്, ദൃഢപ്രതിജ്ഞ ചെയ്ത്, അത് ഈ നിരീശ്വരവാദികൾ ചെയ്യുന്നതാണ്. മറ്റൊന്ന്, നീറുന്ന പുഷ്പങ്ങളുണ്ട് പക്ഷേ സമുദായത്തെ പോലും അതൊന്നും കണക്കാക്കാതെ വിദേശ മലയാളികളുടെ എയർ ടിക്കറ്റ് ചാർജ് വാദനെക്കുറിച്ചാണ്. ഒരു കണക്ക് നോക്കൂ, 2 ശരി തന്നെയാണ്. മറ്റേ ഇത് നോക്കാൻ അല്പം പോരാ കിട്ടും. പക്ഷെ ഇതൊക്കെ ശരിയാണെങ്കിലും അതൊക്കെ മാറ്റി വച്ചാൽ ഒരു കോൺഗ്രസ്സുകാരെന്നതിൽ, ദേശീയ മുസ്ലിം എന്നതിൽ അങ്ങനെ സമുദായമായിട്ട് കൂടുതൽ ചിന്തിക്കാതെ അതിനുവേണ്ടി കൂടുതൽ പ്രവർത്തിക്കാതെ മുന്നോട്ട് പോകുന്ന ആളെന്ന നിലയിൽ അത് നമുക്ക് അംഗീകരിക്കാം. പക്ഷെ എന്നിരുന്നാലും കോൺഗ്രസ് ദേശീയ സംസ്ഥാന ജില്ലാ നേതാക്കളെ, അതായത് എറണാകുളം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷിഹാസ് മുതൽ അങ്ങ് രാഹുൽ ഗാന്ധി വരും. ഇവിടെ 33ാമത്തെ വയസ്സിലാണ് മുഖ്യമന്ത്രി എ കെ ആന്റണി മുഖ്യമന്ത്രി ആയതുകൊണ്ട്. 27ാമത്തെ വയസ്സിൽ മറ്റാണ് രമേശ് ചെന്നിത്തല ഗ്രാമവികസന മന്ത്രിയായത്. അപ്പോൾ ഏതായാലും ഈ 2 പ്രായത്തേക്കാൾ കൂടുതലുണ്ട് ആർക്ക്, മുഹമ്മദ് ഷാഫി. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിൽ 80ഓളം മണ്ഡലങ്ങളിൽ അദ്ദേഹം പ്രചരണത്തിന് പോയിട്ടുണ്ട്. ആ 80 മണ്ഡലങ്ങളും ഒന്നിനൊന്നും മെച്ചമായത് ജനക്കൂട്ടം. രാഹുൽ ഗാന്ധി വന്നിട്ട് പോലും ചില സ്ഥലങ്ങളിൽ ഇത്രയും ആൾക്കൂട്ടുണ്ടായിട്ടില്ല. അത് രാഹുൽ ഗാന്ധിയുടെ താല്പര്യപ്പെടുത്തല്ല. അങ്ങനെ ജനകീയനായിട്ട് വളർന്നു വരുന്ന ഒരു ന്യൂനപക്ഷക്കാരനായ മുസ്ലിം സമുദായക്കാരനായ ഷാഫിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടുത്ത കാലത്തായിട്ട് വ്യക്തിപരമായിട്ട് വർഗീയവാദിയാണ്, തീവ്രവാദിയാണ്, മുസ്ലിം പക്ഷപാതിയാണ് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ്. മുസ്ലിം പക്ഷപാതിയാണെന്ന് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ഹിന്ദു ക്രിസ്ത്യാനിയും പറയുന്നില്ല. മുസ്ലിങ്ങൾക്ക് ഒരു അഭിപ്രായം ഇല്ലല്ലോ. എന്നിട്ടും CPM പ്രചരണം നടത്തുന്നത് ഇദ്ദേഹം ഒരു വർഗീയവാദിയാണെങ്കിൽ മുസ്ലിങ്ങൾ പോകറ്റ് പോയി പ്രസംഗിച്ചു എന്നൊക്കെയാണ്. അതൊക്കെ മാറ്റിവെക്കുക. വീട്ടിൽ ആര് പറഞ്ഞാലും ജനങ്ങൾ അംഗീകരിക്കില്ല. സത്യം ഉണ്ടായിരിക്കണം. അപ്പോൾ കോൺഗ്രസിനോട് പറയാനുള്ളത്, ഇവിടെ സതീഷ്, രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, KC വേണുഗോപാൽ, ശശി തരൂർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇവർ വേണമെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ്, ഇവരെല്ലാം വേറെ ആൾ കൂടിയിട്ടുള്ള നമ്മുടെ അടൂർ പ്രകാശ്, ഇവരൊക്കെ മുഖ്യമന്ത്രിക്ക് അർഹരാണെന്ന്. ഇവർ കുഴപ്പമൊന്നുമില്ല. അവരാരെങ്കിലും ആദ്യം തെറ്റില്ല. പക്ഷെ പാർട്ടിയാണ് നിങ്ങൾക്ക് വളർത്തൽ ലക്ഷ്യമെങ്കിൽ 2 കാര്യം കോൺഗ്രസ് ചെയ്യണം. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക കൊണ്ടൊന്നും മുഖ്യമന്ത്രിയാക്കളൊന്നുമല്ല. അതൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലെന്നൊക്കെ ഞങ്ങളുടെ അറിവ്. അതായത് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ 75 സീറ്റ് മിനിമം കിട്ടി. UDF അധികാരത്തിൽ വരുന്നത് ഇത്രയും ആധികാരികമായിട്ട് ഉറപ്പ് പറഞ്ഞ ഒരു പ്രസ്ഥാനം, ഒരു സംഘടന, ഒരു ഗ്രൂപ്പ് കേരളത്തിൽ കാണുന്നില്ല. എല്ലാവർക്കും പ്രതീക്ഷയുള്ളൂ. ഞങ്ങളുടെ ഗ്രൂപ്പ്, മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പ് പറയുന്നത് 100% സാറ്റിസ്ഫാക്ഷൻ, ബിലീവ്ഡ്, വിശ്വാസമാണ്. എന്തുകൊണ്ടാണെന്നറിയോ? വെറുതെ പറയുന്നല്ല. വെറുതെ എന്തെങ്കിലും മണ്ടത്തിലും പറഞ്ഞാൽ നാളെ തെറ്റിപ്പോയോ നമ്മുടെ വില പോയില്ലേ? അപ്പോൾ ഞാനിവിടെ എറണാകുളത്ത് താമസിക്കും, എൻ്റെ വീട് ഗ്രാമത്തിലാണ്. ഞാൻ അവിടെ വലിയ സമ്പന്നാണ്, എനിക്ക് 100 ഏക്കർ എസ്റ്റേറ്റ് പോയില്ല, ആരും വിശ്വസിക്കും. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞാൽ അത് ഇല്ലെന്ന് പറഞ്ഞാൽ ഉള്ള ബഹുമാനം പോയില്ലേ? അപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞത് വിജയിച്ചാൽ തെറ്റല്ലേ? അപ്പോൾ ഞങ്ങൾ 100% പറയുകയാണ് 75 സീറ്റിൽ പോരാതെ ബാക്കി എത്ര വേണമെങ്കിലും കൂടാം. UDFന് സീറ്റ് കിട്ടും. ഏത് മറ്റ് കൃത്യം നടന്നില്ലെങ്കിൽ. അല്ലെങ്കിൽ ഒരു സംശയം, ഇന്ന് ആസാമിൽ, പശ്ചിമ ബംഗാളിൽ മോഡിജി പറഞ്ഞ് കേരളത്തിൽ LDF UDF തകർന്നു പോയി,
ഇനി പ്രതീക്ഷ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഒന്നും കാണാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുമോ? അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുരുട്ട് ബുദ്ധി ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ തന്നെ തെറ്റാണ്. അപ്പം ഇന്ന് തന്നെ ഒരു ഏതോ കളക്ടർ, ഒരു റിട്ടേണിംഗ് ഓഫീസ് കളക്ടറാണല്ലോ പറയുന്നതാണ് റൂം തുറക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആരോടും വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ 7 പേര് മുഖ്യമന്ത്രി ആയാലും കുഴപ്പമില്ല, പക്ഷെ പാർട്ടിയുടെ നന്മക്ക് ഈ ഷാഫിയാക്കുന്നതാണ്. അത് ഞാൻ 1-2 കാര്യം വ്യക്തമായിട്ട് പറയാം. ഒന്ന്, എന്തുകൊണ്ടാണ് മൊയ്തീൻ ഷാഹിൻ ഗ്രൂപ്പ് 75 സീറ്റ് കുറേ കിട്ടും ഭരണം ഉറപ്പാണെന്ന് പറയുന്നത്? ഇവിടെ ഏതാണ്ട് 3-1 മുസ്ലിങ്ങളുണ്ട് കേരളത്തിൽ. ടോട്ടൽ ജനസംഖ്യയുടെ 3-1 മിനിമം. 3-1 മുസ്ലിങ്ങളുടെ വെറും 5% മാത്രം, അല്ലെങ്കിൽ അതിൽ വളരെ ചെറിയ ഇത് മാത്രമാണ് കോൺഗ്രസ്സിന് അല്ലെങ്കിൽ LDF ചെയ്യുന്നുള്ളൂ. ഒരു 3% പിടിച്ചോ. 3-1 31% അല്ലേ? ബാക്കി 30% എൻ ബ്ലോക്കായിട്ട് ഏത് കാന്തപുരം പറഞ്ഞാലും ഏത് PDP മതിസാഹിബ് പറഞ്ഞാലും മുസ്ലിങ്ങൾ ഈ 30% ആകെയുള്ള മുസ്ലിങ്ങളിൽ അപ്പോൾ ഏതാണ്ട് 100% ആണെങ്കിൽ 90% അതായത് 30% പിടിച്ചോ. 100 ആൾ വന്ന് വോട്ട് ചെയ്യുമ്പോൾ 30 മുസ്ലിം വോട്ട് UDF കിട്ടും. അത് ഒരുപാട് പശ്ചാത്തലം കൊടുക്കാൻ കാരണം അതൊക്കെ ഞാൻ പലവർക്കും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 30% വോട്ട് കിട്ടിയാൽ ഏതാണ്ട് ഒരു ഇപ്പോൾ 80% വോട്ട് നടന്നെങ്കിൽ ഒരു 35, 30, 70, 80 അല്ലെങ്കിൽ 30, 60 രൂപയല്ല, ഒരു 32, 65, 15, 80, ഒരു 15-14% വോട്ടാണ് BJP കിട്ടുന്നത്. ബാക്കി എത്രയുണ്ട്? 15 പോയിട്ട് 65 65 ഒരു 32, 33, 65 വലിയ വ്യത്യാസം ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോഴും പിന്നെ 3% വോട്ട് കിട്ടിയാൽ മതി ഇവർക്ക് ഭരിക്കാൻ. അതിങ്ങനെ ഒന്നാലും കിട്ടുമല്ലോ, ഉറപ്പാണ്. അതുകൊണ്ടാണ് 100% ഉറപ്പാണ്. പക്ഷേ ഇതിൽ കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, പ്രത്യേകിച്ച് കേരളത്തിലെ കാര്യത്തിൽ, മരമറിയാതെ കൊടിയിട്ടാൽ മരം ഉണങ്ങും. ഏത് മരമറിയാതെ മരത്തിൽ ഒരു മരം അറിയാമല്ലോ, ട്രീ, അതിൽ നമ്മൾ ചെടിയിട്ട് കുരുവോട് ഇടിയുന്ന അതിൽ വയ്ക്കുക. അത് മരമറിയാതെ കൊടിയിട്ടാൽ മരം ഉണങ്ങും. മരം ഉണങ്ങുമ്പോൾ കൊടിയും പോകും. അതുപോലെ ഇപ്പോഴത്തെ ഒരു ധാരണ കേരളത്തിലെങ്കിലും മുസ്ലിം ലീഗിൽ അണ്ടറിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. അത് ധാരണ മാത്രമല്ല, ഒരു പരിധി വരെ ശരിയാണ്. അത് തിരുത്തണം കോൺഗ്രസ്. അത് തിരുത്തണമെങ്കിൽ ഒറ്റ മാർഗം, ഒരു മുസ്ലിമിനെ മുഖ്യമന്ത്രിയാക്കാന്നുള്ള. ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആയതുകൊണ്ട് ആ സമുദായത്തിൽ പ്രത്യേക നേട്ടമൊന്നുമില്ല. അതുകൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് വലിയ നിർബന്ധമുള്ള കാര്യമില്ല. പക്ഷെ പാർട്ടി വളരാൻ, കോൺഗ്രസിൻ്റെ തെറ്റിദ്ധാരണ മാറ്റാൻ, മുസ്ലിം ലീഗിനെ ഒന്ന് ഒതുക്കേണ്ട കാര്യമില്ല. അവർക്ക് UDF പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ കുഴപ്പക്കാരൊന്നുമില്ല. എങ്കിലും ആ അകൽച്ച, ഗ്യാപ്പ് കൊടുക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഒരു മുസ്ലിം മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഷാഫിന് വേണമെങ്കിൽ വേറെ ആരെങ്കിലും മതി. പക്ഷേ ഇന്നത്തെ കണ്ടീഷനിൽ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ചെറുപ്പക്കാരെന്ന് എടുത്താൽ ഷാഫി അല്ല അതിനോട് യോജിക്കാതെ ഒരാളുമില്ല, നത്തിങ്. അപ്പോൾ ഷാഫി വയ്ക്കൽ. എന്നിട്ട് മുസ്ലിം ലീഗ് നിങ്ങൾ അംഗീകരിച്ചോ, കൊടുത്തോ, കുഴപ്പമില്ല. പക്ഷെ മുസ്ലിം ലീഗ് പറയുന്ന പോലെ കോൺഗ്രസ് നടക്കുള്ളൂ, മുസ്ലിം ലീഗിന് ആ പ്രാമുഖ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് വലിയ ക്ഷീണം ചെയ്യും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, കോൺഗ്രസ്സുകാർക്ക് ബുദ്ധിയില്ലെന്ന് മനസ്സിലായി. EMS അല്ല, EMS മറ്റെന്തൊക്കെ പോരായെങ്കിൽ ആൾ ബുദ്ധിമാനായി, അതൊക്കെ സംശയമില്ല. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞില്ലേ, 64 പാർട്ടി വിളുന്നപ്പോൾ പുള്ളി CPIയിലായിരുന്നു. പുറത്തുനിന്ന് നോക്കിപ്പോയിട്ട് നേതാക്കൾ പോയി CPIയിലും അണികൾ പോയി CPM-ലാണ്. MLA-ക്ക് വിറ്റത് പുള്ളി പോകുന്നു. അത് ബുദ്ധിയാണല്ലോ. അപ്പോൾ ബുദ്ധിയുടെ കാര്യം സംശയമില്ല, ആർക്കും സംശയമില്ല. അദ്ദേഹമാണ് ഇമ്പിച്ചുവാവെ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാക്കിയത്. അതിൽ മുസ്ലിം മന്ത്രിയാവില്ല, കോൺഗ്രസ് ഭരണമില്ല. എന്താ കാരണം? ഒരു മുസ്ലിമിനാക്കിയില്ലെങ്കിൽ മുസ്ലിങ്ങൾ വിദ്യാഭ്യാസ കഴിവുള്ളവർ വിചാരിക്കും നമുക്ക് മന്ത്രി ആകണമെങ്കിൽ ലീഗിൽ പോകണം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വരില്ല. അത് മനസ്സിലാക്കി അത് തിരുത്താൻ വേണ്ടിയാണ് ഇമ്പിച്ചുവായി മുഖ്യമന്ത്രി സ്ഥാനമാക്കിയത്. അത് ഇമ്പിച്ചു ആക്കിയ കാരണമുണ്ട്. അക്ഷാഭ്യാസമല്ലേ ആത്ത ആൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെയുണ്ട്. അവർ ചില കാര്യം നോക്കിയേ ഉള്ളൂ. ആലുവയിൽ, എറണാകുളം, കൊച്ചിയിലെ TM മുഹമ്മദ് കോർപ്പറേഷൻ മേയറാക്കി, പിന്നെ ഇമ്പിച്ചുവായി മന്ത്രിയാക്കി. അങ്ങനെ അതിൽ വിദ്യാഭ്യാസ കഴിവുള്ളവരൊന്നും അവർ വളർത്തിക്കൊണ്ടുവരില്ല. അതിപ്പോൾ എല്ലാ പാർട്ടിയുടെ പ്രത്യേക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നയിക്കുന്ന സവർണാണ്. അപ്പോൾ മുസ്ലിം ലീഗായിട്ട് അകൽച്ച, ഒന്ന് ഗ്യാപ്പ് വേണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ പറഞ്ഞു തുടങ്ങി, ഭരണം ഇത്ര കിട്ടിയില്ലെങ്കിൽ മുസ്ലിം ലീഗ് BJP കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോകും. അവർക്ക് ഭരണം അല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. ശരിയാണ്. ഇല്ലെങ്കിൽ ഇന്നലെ നാളെ BJP-യും ലീഗുമായിട്ട് സഖ്യം വരാം. അതൊക്കെ സാധ്യതകളാണ്. നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻ പറയാം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ മുസ്ലിം ലീഗിൽ കോൺഗ്രസ് അമിതമായി പ്രാധാന്യം കൊടുക്കുന്നു. അത് അവരെ കണക്കുകൾ തെറ്റാണ്.
അവരുടെ ധാരണ ഞാൻ കുഞ്ഞാക്കായും തങ്ങളോട് എനിക്ക് യാതൊരു പിണക്കമില്ല, ഞങ്ങൾ ഗ്രൂപ്പിലില്ല, ഒരിക്കലും ഞങ്ങൾ എതിരാവേണ്ട കാര്യമില്ല. കാരണം ഒരിക്കലും ഞങ്ങൾ തമ്മിൽ എതിര് വരില്ല. കാരണം അവരെവിടെ വെക്കുന്നു, ഞങ്ങൾ കൊടുക്കുന്നു. പക്ഷേ കാര്യങ്ങളെ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി മലപ്പുറം ലീഗായി അതുമ്പോൾ ചെറിയ കാര്യം 23 ലക്ഷം മെമ്പർമാരാണ് ലീഗിനുള്ളത്. അതിൽ 33 ലക്ഷം മെമ്പർമാർ കോൺഗ്രസ് ഉള്ളത്. ആ 20 ലക്ഷം മെമ്പർ എന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു മെമ്പർ ആകെ 5 ലക്ഷമുള്ളൂ കേരളത്തിൽ. ഇന്ത്യയിൽ മൊത്തം 10 ലക്ഷമുള്ളൂ. കാരണം അതിലൊരു മെമ്പർ ആകണമെങ്കിൽ കുറച്ച് പാടുണ്ട്, വർഷങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് കിട്ടുള്ളൂ. പക്ഷെ BJPയിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗൊക്കെ ഓൺലൈൻ മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട്. BJP ഓൺലൈനാണ്, ആരോട് വിളിച്ച് നമ്പർ കൊടുത്താൽ അവൻ മെമ്പറായി. അവൻ ആരാണെന്നോ എന്താണെന്നോ അതൊന്നുമില്ല. അങ്ങനെയാണ് അവർ ഊതി വീർപ്പിക്കുന്ന മെമ്പർഷിപ്പ്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് നടക്കില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ചേർത്താണ് 23 ലക്ഷം. 23 ലക്ഷം മെമ്പർമാരുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ഏതാണ്ട് 1/3 കൂട്ടിയാൽ തന്നെ 10-36 1,20,20 ലക്ഷം മുസ്ലിമുണ്ട് കേരളത്തിൽ. 3/1 കണക്കാത്തിന് 1,20 ലക്ഷത്തിൽ 23 ലക്ഷം പോയാൽ ബാക്കി ഏതാണ്ട് റൗണ്ട് പോയിട്ട് 1 crore 1 കോടി മുസ്ലിങ്ങൾ ലീഗിന് വെളിയിലുണ്ട്. കോൺഗ്രസ്സുകാരെ മനസ്സിലാകുന്നുണ്ടോ? ഷാഫി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഷിഹാസെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഷിഹാസ് സീറ്റ് കിട്ടാൻ വേണ്ടി എന്തോരം പാടുപെട്ട്, അത് മുസ്ലിം ലീഗിന് 10-27 സീറ്റ് കൊടുക്കുക വലിയ പാട് കിട്ടോ? അത് തെറ്റാണത്. അതിനകത്ത് കോൺഗ്രസ് നശിച്ചു വരാണ്. കോൺഗ്രസ് നശിച്ചു വരാൻ പാടില്ല. അതേപോലെ ലീഗ് നിലനിൽക്കുകയും ചെയ്യണം. അപ്പോൾ അവർ വച്ച് നോക്കുമ്പോൾ നിങ്ങൾ കൊടുത്ത പ്രോത്സാഹനം 5 മന്ത്രിസ്ഥാനം ഇത്രയും സീറ്റ് കൊടുത്തൊക്കെ അട്ടർലി ഫെയിലിയറാണ്. കോൺഗ്രസിൻ്റെ നാശത്തിൻ്റെ അവസാനത്തിൻ്റെ ആരംഭമായി. ഇനിയെങ്കിലും മാറ്റണം. അത് മാറ്റാൻ കഴിവുള്ള ഒരേ ഒരാളുണ്ട് എൻ്റെ കേരള രാഷ്ട്രീയത്തിൽ, അത് സതീശിലെ കാര്യത്തിൽ മുഖം നോക്കാൻ അഭിപ്രായം പറയും. അതൊന്ന് രമേശ് പാവാണ്. പാവായതുകൊണ്ടാണല്ലോ രമേശ് മുഖ്യമന്ത്രിയാകാൻ ഇത്താൻ ചാൻസ് കുറവെന്നറിയോ? 2 കാര്യമുണ്ട്, വിഷയം മാറിപ്പോയില്ല. ഒന്ന്, NSSൻ്റെ സപ്പോർട്ട് കൂടി കീ പോയിന്റ് ചോദിച്ചു ഉമ്മൻചാണ്ടി കാലത്ത്. NSSന് ആകെ 9% കേരളത്തിൽ നായരുകോ, അതിൽ 3% NSSൽ, അല്ലെങ്കിൽ 3% NSS മെമ്പർമാർ. അതിൽ ഒരു 3% ഈ സെക്രട്ടറിയുടെ കൂടെയുള്ള അനുഭാവികൾ. എന്ന് വെച്ചാൽ 1:9 9 നായരുടെ 1 നായരുടെ സപ്പോർട്ട് മാത്രമാണ് ഈ NSSൻ്റെ സെക്രട്ടറിക്കുള്ളൂ. അത്ര ചെറിയ സപ്പോർട്ടിൽ ആളെ കൊണ്ട് പറയിപ്പിച്ചു. ഉമ്മൻചാണ്ടി പാവം പേടിച്ച് കൊടുക്കുകയും ചെയ്തു. ആഭ്യന്തരം കൊടുത്തില്ല. അതോടി പുള്ളി നോട്ടപ്പുള്ളി. ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊന്നും അങ്ങനെ പറയാൻ പാടില്ല. അതാണ് ഇയാൾ ശ്രദ്ധിക്കുന്നത്. ഏത് നമ്മുടെ ഷാഫി. മറ്റൊന്ന്, ഈ അടുത്ത കാലത്ത് ജനങ്ങൾ വെറുത്ത 2 പേരുണ്ട്, PC ജോർജും പിന്നെ ആരാണ് നമ്മുടെ വെള്ളാപ്പള്ളി. ആ വെള്ളാപ്പള്ളിക്ക് വേണ്ടി വാദിച്ചു. അപ്പോൾ 2 മൈനസ് പോയിന്റ് ആരുടെ പക്കൽ കിടക്കാണ്? ഈ രമേശ് ചെന്നിത്തല പേര് കിടക്കുക. ബാക്കി എന്ത് പോരായി പോട്ടെ, അതൊന്നും കുഴപ്പമില്ല. അത് 2 കിടക്കാം, ലേറ്റസ്റ്റ് ആണ്. ഇനി VD സതീശൻ എടുത്ത് നോക്കാം. VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നറിയോ, ആ കോട്ടയത്ത് മേയ്ക്ക് പിടിച്ചില്ലേ? ശ്രദ്ധിക്കണം, ബുദ്ധിയുള്ള സമൂഹമുണ്ട് കേരളത്തിൽ. കോട്ടയത്ത് മേയ്ക്ക് വേണ്ടി പിള്ളേർ കളിച്ചു പോലെ 2 വിധം പിടിച്ചു വലിച്ചത് ഏറ്റവും മൈനസ് പോയിന്റില്ലേ? ആർക്ക്? സതീഷിന് മാത്രമല്ല, മറ്റേ സുധാകരനും. 2 പേരും അൺഫിറ്റെന്ന് മനസ്സിലായത്. അപ്പം ഇത്തവണ മുസ്ലിം UDF ഒരു വോട്ട് കിട്ടുന്നത് അത് സതീഷിന് കുറിച്ചല്ല, കഴിവില്ല. ഇന്നും ചെല്ലു പറയുന്നുണ്ട് സതീഷിൻ്റെ കഴിവാണ്, സതീഷിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്നത്. ഒരു സതീഷിൻ്റെ കഴിവില്ല. മുസ്ലിങ്ങൾ 95% മുസ്ലിങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടാണ്. പിന്നെ പിണറായി മാറ്റാൻ വേണ്ടി ജനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് അതുകൊണ്ടൊക്കെയാണ്. എങ്കിലും സതീശൻ മോശമെന്നല്ല. പക്ഷെ ആ ഒരു മറ്റ് പല പോരായ്മ ആ ഒരു പോയിന്റിലും ആരാണ്? സതീശന് അൺഫിറ്റാണ്, രമേശ് അൺഫിറ്റാണ്. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് ഫിറ്റായിട്ടുള്ള കേസ് വീണ പോലെ നിങ്ങൾ എന്തൊക്കെ പോരായി വന്നാലും തെറ്റു വന്നാലും അധികാര മോഹനിൽ അതുണ്ടാവുമല്ലോ. ഇതുപോലെ മണ്ടത് കാണിച്ചില്ല KC വേണമല്ലോ. കുറച്ചുകൂടിയൊക്കെ കർണാടക പോലെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി പോലെയൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിച്ച്, കുഞ്ഞാലിക്കുട്ടി പോലെയൊക്കെ അല്ലെങ്കിൽ മാണി പോലെയൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിച്ചേ പറയുള്ളൂ. വായു വിട്ട് ഓടാലി ഇട്ട് കൊടുക്കില്ല. അങ്ങനെ വരുമ്പോൾ KC വേണുപോകാനുള്ള ചാൻസ് ഉള്ളൂ. പക്ഷേ KC വന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് ഇവിടെ നേട്ടമില്ല, ഒരു നേട്ടമില്ല. എന്തുകൊണ്ട് നേട്ടമില്ലാത്തത്? ഈഴ വിഭാഗത്ത് 23% ഉള്ളത്. അതിൽ 80% വോട്ടും LDF ആണ് കാലാകാലങ്ങളിൽ, വർഷങ്ങളായിട്ട്. ഇത്തവണ അതിൽ കൂടുതൽ 90 വരെ വരുമെന്നൊക്കെയാണ് പറയുന്നത്. ആ 80% എന്ന് പറഞ്ഞാൽ
100 ആളൊന്ന് വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ടാണ് UDF കിട്ടുന്നത്, ഏത് ഈഴവൻ്റെ. അതുകൊണ്ടാണ് ഈ മുസ്ലിങ്ങൾക്ക് 36 സീറ്റ് കൊടുത്തപ്പോൾ ഇത് 20 പറയാൻ കാരണം. കാരണം സീറ്റ് കൊടുത്തിട്ട് മതിയോ? ബീഹാറിൽ 100 സീറ്റ് കോൺഗ്രസ് ചോദിച്ചു, 100 സീറ്റ് ആ മണ്ടൽ ലാലുവിൻ്റെ മോൻ കൊടുക്കുക ചെയ്ത് അവസാനം 25 ജയിച്ചു, ബാക്കി 70 തോറ്റു. ഒറ്റ കാരണമാണ് ലാലുവിൻ്റെ ഭരണം പോയത്. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പോലെ ലാലുവോട് ഭരിച്ചേനെ. അപ്പോൾ അത് മണ്ടത്തിൽ കാണിച്ച്, അങ്ങനെ മണ്ടത്തിൽ കാണിച്ച സീറ്റ് ഉള്ളു കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഒരു 40% ഈഴവർ കോൺഗ്രസ് വോട്ട് UDF വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സീറ്റ് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അത് ഇല്ലെന്ന് മനസ്സിലാക്കിയാണ് ഇരുവിൽ അവസാനിച്ചത്. പക്ഷെ മുസ്ലിങ്ങൾ കൊടുത്തു. അപ്പോൾ എന്ന് പറഞ്ഞാൽ 100 ഈഴവൻ വന്ന് വോട്ട്, 100 വോട്ടർമാർ വന്ന് വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ടാണ് ഈഴവന് കിട്ടുന്നത് UDFന്. ഈ നായേഴ്സ് 9%. അതിൽ കൂടുതലും സംഘപരിവാർ അല്ലെങ്കിൽ BJP ആണ്. ബാക്കിയുള്ള തിരിച്ചാൽ ഇതുപോലെ 100 പേര് വന്ന് വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ടേ കിട്ടുന്നത്. ആർക്ക്? നായർ. അപ്പോൾ KC വേണുഗോപാൽ വന്നുകൊണ്ട് കേരളത്തിലോ ഇന്ത്യയിലോ പ്രത്യേകിച്ച് ഒരു നേട്ടമില്ല കോൺഗ്രസ്സിന്. അത് നമ്മുടെ പറഞ്ഞല്ലോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അത് തന്നെയാണ് പ്രശ്നം. മുരളീധരൻ അതിനാണ് പ്രശ്നം. ശശി തരൂരിൻ്റെ പ്രശ്നം. ഇനി നമ്മുടെ മറ്റേ ദളിത് നേതാവുണ്ടല്ലോ കുടിക്കുന്നിൽ സുരേഷ് അതിനകത്ത് ആകെ 8% ദളിതുകൾ. അതിൽ ഒരു 50-60% LDF ആണ്. അതും ഏതാണ്ട് ഒരു വോട്ട്, 100 പേര് വന്നാൽ ഒരു വോട്ട് കിട്ടുള്ളൂ, മാക്സിമം ഒരു വോട്ട് പോലും കിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നാളുകൾ ഈ മുസ്ലിങ്ങൾ കൊടുക്കുക. മുസ്ലിങ്ങൾക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തിട്ട് പ്രത്യേകിച്ച് സമുദായ നേട്ടമൊന്നുമില്ല, കോൺഗ്രസ് നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷെ 2 ഗുണമുള്ളത്. ഒന്ന്, മുസ്ലിങ്ങൾക്ക് കൂടി പ്രാമുഖ്യം, അല്ലെങ്കിൽ കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് കൂടി പ്രാമുഖ്യം കൊടുത്ത് മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വം, അവരുടെ ആ സർവാധിപത്യവും കുറച്ചില്ലെങ്കിൽ കോൺഗ്രസ് നശിച്ചു പോകും. ഇനി ഭരണം കിട്ടിയിട്ടും കാര്യമില്ല. ഇത് വെച്ചാൽ ലീഗിനെ എതിർക്കാമല്ലോ. അത് ലീഗിന് അതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് കൊടുക്കുക, ബാക്കി മുസ്ലിം സമുദായത്തിൽ കൊടുക്കണം. ഇത് ജനസംഖ്യയ്ക്ക് അനുപാതി എന്ന് പറഞ്ഞാൽ ഒരു 7 മന്ത്രിസ്ഥാനം കൊടുക്കുക. അതിൽ മാക്സിമം 4 കൊടുത്തതിൻ്റെ പേരിൽ 4 മന്ത്രിസ്ഥാനം കൊടുക്കുക. അതിൽ കുറക്കാൻ പറയാൻ പറ്റില്ല, പണ്ടുകൂടെ വരിക. 5ാമത് കൊടുത്ത് കളയരുത്. ബാക്കി 3 പേര് മുസ്ലിം സമുദായത്തിൽ കൊടുക്കണം, എങ്കിലേ വോട്ട് കിട്ടുള്ളൂ. അപ്പോൾ കോൺഗ്രസിൽ മുസ്ലിം ലീഗിൻ്റെ ആ മേധാവിത്വം മാറ്റണമെങ്കിൽ വല്ലതും മനസ്സിലാകുന്നോ ഞങ്ങളീ പറഞ്ഞത്? കോൺഗ്രസ്സുകാരെ, സതീശൻജി, രമേശ്ജി, നിങ്ങളിപ്പോഴും തങ്ങളുടെയും കുഞ്ഞാക്കാടെയും വാലായിട്ട് നടക്കില്ലേ? ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇന്നലെ വോട്ട് ചെയ്യാൻ പോയപ്പോഴേ അസനും അസൻ വാല് പോലെ നിന്ന്. എടോ അസൻ, ഇനിയിപ്പോൾ അതിട്ട് കാര്യമില്ല, ഇപ്പോൾ 79 വയസ്സട്ടയില്ലേ. നിങ്ങൾ നേതൃത്വം ശ്രദ്ധിച്ചെങ്കിൽ കേവലം 10% കേരളത്തിൽ ക്രിസ്ത്യൻസ്. അതിൻ്റെ ആനണിയോടെ നിങ്ങൾ നിൽക്കാതെ 43-1 35% മുസ്ലിങ്ങൾ ബാധിച്ചതിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കായിരുന്നു. അത് ഈ മണ്ടന്മാരൊന്നും ചിന്തിച്ചില്ല. അത് ഈ മൊയ്തീൻ ഷാ പോലുള്ള മണ്ടന്മാർ വേണം പറഞ്ഞു മനസ്സിലാക്കാൻ. അല്ല, ആ മണ്ടന്മാർക്ക് മനസ്സിലാവില്ല. അതിൽ കണ്ട് നമ്മുടെ ടീച്ചർ പുസ്തകം ഉണ്ടായില്ലോ, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഇല്ല. അവരെല്ലാം കരുണാകരൻ്റെ പാല്. പിന്നെ ആനണിക്കാളും രമേശ്, പിന്നെ ഉമ്മൻചാണ്ടിയേക്കാളും എത്ര മിടുക്കനെന്നറിയോ ഈ ആര്യാട് മുഹമ്മദ്, ബുദ്ധി കൊണ്ടും പ്രാപ്തിയോടൊക്കെ. എന്നിട്ട് ആര്യയുടെ പോലും ഉമ്മൻചാണ്ടി ബാലായിട്ട് തന്നു. ഇതൊക്കെ കാണുമ്പോഴേ ഞങ്ങൾക്കൊരു നാണം ലജ്ജ വരുന്നുണ്ട്. ആ 10% ഉമ്മൻചാണ്ടിയുടെ കീഴെ പോയി ആര്യാട് മുഹമ്മദ് വാലാട്ടി നിന്നതും, ഉമ്മൻചാണ്ടി അയക്കാരുടെ പുറകെ പോയി അസൻ നിൽക്കുന്നതും, കരുണാകരൻ പുറകെ പോയി മുസ്തഫ നിന്ന് കണക്ക്. നിങ്ങൾക്കൊന്നും കഴിവില്ല, വ്യക്തിത്വമില്ല, പേഴ്സണാലിറ്റി ഇല്ല. പേഴ്സണാലിറ്റിക്ക് ടീച്ചർ മുസ്തഫയ്ക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കരുത്. ആ ഗ്രൂപ്പ് വളരെ ചെയ്തേനെ. പക്ഷെ ഇന്നിപ്പോൾ ഷാഫിയുടെ രീതിയല്ല. ഷാഫി അക്കാര്യത്തിൽ അഗ്രഗണ്യനാണ്. ജാതിക്കാർഡ് കളിക്കുള്ള, സമുദായക്കാർഡ് കളിക്കുള്ള ഒരു ജാതിയോട് പുള്ളിക്ക് പറ്റിയ താല്പര്യം കാണിക്കുന്നില്ല. അകന്നകന്ന് പോകാണ്. ഇന്നത്തെ സാധ്യത ഒരു പരിധി ശരിയാണ്, ഞാനത് കുറ്റം വന്നില്ല. മറ്റ് 2 കാര്യം ഞാൻ ഒരു ന്യൂനത ചൂണ്ടിക്കാണിച്ചുള്ളൂ. ഒരു ന്യൂനമില്ലാത്ത ആളുണ്ടാവില്ലല്ലോ. അപ്പോൾ ഷാഫിയെ തൽക്കാലം നിങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കണ്ടുകൊണ്ട്, ഏലം KC വേണുഗോപാൽ വരാണെങ്കിൽ ഇപ്പോൾ ഷാജി വേദോൽ തെറ്റില്ലല്ലോ. KC വേണുഗോപാൽ ഫിറ്റാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊരു പാർട്ടിക്ക് നേട്ടമില്ല. അതിപ്പോൾ നല്ല പോസ്റ്റുണ്ട്, 2ാം സ്ഥാനം, അത് നിൽക്കട്ടെ. ഷാഫി നിർത്തി പാർട്ടി വളർത്താൻ നോക്ക്. അല്ല, ഷാഫി മുസ്ലിം സമുദായത്തെ വളർത്താനല്ല, പാർട്ടി വളരും. മുസ്ലിം ലീഗിൻ്റെ ആ കെട്ടുകെട്ടിൽ നിന്ന് അഴിഞ്ഞു പോകും. അഴിഞ്ഞ് പോയെങ്കിൽ മാത്രമേ കോൺഗ്രസ് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അഴിഞ്ഞ് പോകണമെങ്കിൽ ഇപ്പം എന്താണ്, വിദ്യാഭ്യാസവും സമ്പത്തുള്ള മുസ്ലിങ്ങൾ മുഴുവൻ ലീഗിലേക്ക് പോകണം. സ്ഥാനമാനങ്ങൾ എളുപ്പം കിട്ടുകയും കോൺഗ്രസിന് കിട്ടുന്നില്ലല്ലോ. അതിലിപ്പോൾ ഒരു
കിടക്ക വിദ്യ കേട്ടെ അമ്പലത്തിലെ ആ വിദ്യയൊക്കെ ലീഗ് ചെന്നൊക്കെയല്ലേ. ഇതൊക്കെ എന്താണ് ചെന്ന് ആദർശം നോക്കിയാണോ? ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും വല്ല കോർപ്പറേഷൻ കിട്ടും, അല്ലാതെ വേറെ കിട്ടുക അത് ലീഗുകാർ കൊടുക്കുകയും ചെയ്യും. അത് കോൺഗ്രസ്സുകാർ നിങ്ങളത് മറന്നു പോകരുത്. മുസ്ലിം ലീഗിനെ ഒരു ലൈനിൽ നിർത്തണം. അല്ലെങ്കിൽ മുസ്ലിം എന്ന പേര് മാറ്റി അവർ എന്ത് പ്രസ്ഥാനം ഉണ്ടായിക്കട്ടെ അവർക്ക് കേരളത്തിൽ നമ്പർ 1 ആകാം, ഒരു കുഴപ്പമില്ല. മുസ്ലിം എന്ന പേര് മാറ്റിയിട്ടാണ് ഈ കുഞ്ഞാക്കയെ കളിക്കുന്നതെങ്കിൽ നിങ്ങൾ എത്ര വളർന്നാലും ഇവിടെ കുഴപ്പമില്ല. നിങ്ങൾ മുസ്ലിം എന്ന പേര് വെച്ചുകൊണ്ട് നിങ്ങൾ വളർന്നാൽ ദൂഷ്യമാണ്, സമൂഹത്തിന് ഇഷ്ടമല്ലത്. പക്ഷെ ഇതെന്ത് ഈ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാകുന്നത്? അന്തോണിക്ക് മനസ്സിലാവില്ല. അന്തോണി നിങ്ങൾ പൊളിറ്റീഷ്യൻ ഞാൻ ഒരിക്കലും പറയില്ല. അല്ലെങ്കിൽ ആസാമിൽ ഇപ്പോൾ ആ കുഴപ്പമുണ്ടാകും, ഒരു മുസ്ലിം സംഘടനയായിട്ട് ചേർത്ത് ഭരിക്കൂലേ? ഞാൻ പറഞ്ഞു ചാരാതിരവരൊക്കെ ഒരു ചെയ്തില്ല, വെറുതെ പൊങ്ങതടി പോലെ നിന്ന് നല്ല പിള്ളിയായിട്ട് നിന്ന് കേട്ടിയല്ലേ, അതൊന്നും പിടിച്ച് വാങ്ങിയതല്ല, കയ്യിൽ കന്ന് കിട്ടിയതാണ്. അങ്ങനെ നയത്തിൽ നിന്നാണ്. ഞാൻ പറഞ്ഞ ഗാന്ധിയുടെ കാര്യം മതിയല്ലോ, ഗാന്ധി വിമർശിക്കാൻ പാടില്ല. ഗാന്ധി ജിന്നയുടെയും ഈ നെഹ്റുവിൻ്റെ മുമ്പിൽ ഒന്നുമല്ല, ശാരീരികമായിട്ടല്ല ഇതല്ല. പക്ഷെ അപ്പോൾ പുള്ളി എന്താണ് ആത്മീയത്തിലേക്ക് കിടന്നത്, ആത്മീയത്തിൽ കടന്നുള്ള രാഷ്ട്രീയ പുള്ളി ക്ലച്ച് പിടിച്ചു. അതുപോലെ ആരെയും മൗനം പ്രതിയാക്കി പിടിച്ചു വാങ്ങാൻ ആരെനിക്കറിയില്ല. കരുണാകരനെ പോലെയോ ഉമ്മൻചാണ്ടിയെ പോലും പിടിച്ചു വാങ്ങാൻ അറിയില്ല. മൗനം പ്രതി അത് ക്ലച്ച് പിടിച്ച്, ഗാന്ധിയുടെ ആ ആത്മീയത ക്ലച്ച് പിടിച്ച്. പക്ഷെ ഇതൊന്നും ഈ മുസ്ലിങ്ങൾ മനസ്സിലാക്കിയില്ല. ഒരു ആത്മീയത കാണിക്കില്ല, ഭൗതികം കാണിക്കില്ല. അപ്പം നിങ്ങൾ കോൺഗ്രസ്സുകാരെ നിങ്ങൾക്ക് ഇനി പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, വോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, അണികൾ നിൽക്കുന്നുണ്ടെങ്കിൽ തൽക്കാലം ഷാഫിയെ മുഖ്യമന്ത്രിയാക്കി കളി കളിച്ചാലേ പറ്റുള്ളൂ. അതിന് പലരും എതിർപ്പുണ്ടാവും. പക്ഷേ അത് ബുദ്ധിയുള്ളവർ ഒരു എതിർപ്പും കണക്കാക്കൂല. കാരണം പാർട്ടി വളരെ നല്ലത്. ഒരു ഷാഫി മുഖ്യമന്ത്രി ആയതുകൊണ്ട് നിങ്ങൾക്കിവിടെ അമുസ്ലിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ പുള്ളി ഒരു ജാതിക്ക് വേണ്ടി വായിക്കുന്ന ആളുകളെ സഹായം ചെയ്യില്ല. ഇതിപ്പോൾ നിന്നോളും. അത് ചെയ്താൽ നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ തൽക്കാലം ഭരണം കോൺഗ്രസ് കിട്ടും. അറിയാൻ പറ്റില്ല, 33% മുസ്ലിങ്ങളിൽ 30% ചെയ്തതിൻ്റെ പേരിൽ ഭരണം കിട്ടും. അല്ലെങ്കിൽ വോട്ടിൽ വല്ല തട്ടിപ്പ് ചെയ്യണം, വോട്ടിൽ മെഷീനിൽ കിട്ടും. അതുകൊണ്ട് കേസിക്കാണ് കല്യാണം. പിന്നെ ഏറ്റവും ഷൂട്ടായിട്ടുള്ള കേസാണ് അല്ല സതീശനല്ല. സതീശനല്ല പറയാൻ കാരണം ആ മേക്ക് സെറ്റ് പിടുത്തോടുകൂടി ഒറ്റ കാര്യം പറയല്ലോ, പിടുത്തോടി പുള്ളിയുടെ ഗ്യാസ് ഇന്നലെ പറഞ്ഞ ഗ്യാസ് പോയില്ലേ, സുതാര്യ പോയില്ലോ. അത് രമേശ് ഈ 2 കാര്യം വെച്ചു. വെള്ളപ്പള്ളിക്കും നായർ സമുദായത്തിനും റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞോടി പുള്ളിയുടെ ഗ്യാസ് പോയി. ഇനി പോകാൻ നിൽക്കുന്ന ഒരു കോൺഗ്രസ് ആയിരുന്നു കേസ് വേണം. ഏറ്റവും ഷൂട്ടായിട്ട് കേസ് തന്നെയാണ്, വേറെ ആരുമില്ല. ശശികളൊക്കെ കേസ് തന്നെയാണ്. ശശി തരൂരിനൊക്കെ ആൾ കുഴപ്പമില്ല, പക്ഷേ പാടുപെട്ട് പാർട്ടി ഉണ്ടാക്കുന്നതല്ല. ഒരു പൊങ്ങ് തടി പോലെ നിന്നിൻ്റെ പേരിൽ BJP വരാതിരിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ മുഴുവൻ ബ്ലോക്ക് വോട്ട് ചെയ്ത്, ക്രിസ്ത്യൻസ് കുറേ വോട്ട് ചെയ്ത് അങ്ങനെ ജയിച്ചു. അതല്ല ഇത്തവണ തോറ്റു വരുന്നല്ലോ. അങ്ങനെ ഒന്നാണ്. അത് പുള്ളിയുടെ കഴിവെന്ന് പറയാൻ പറ്റില്ല. മറ്റേതിൽ കഴിവുണ്ട്. കേസില്ല, കേസ് രാഷ്ട്രീയക്കാരാണ്. ഇത്രയും കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കും നല്ലത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. മനസ്സിലായാൽ അത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭാര്യയെ സംബന്ധിച്ച് അവളുടെ വിജയം എന്ന് പറഞ്ഞത് അവൾ പറയുന്നത് അവളുടെ ഭർത്താവ് മനസ്സിലാക്കുക. ചില ഭർത്താക്കന്മാർ എന്ത് ഭാര്യ പറഞ്ഞാൽ മനസ്സിലാവില്ല അവർക്ക്. അങ്ങനെയുള്ള സ്ത്രീകളുടെ കാര്യം അപകടത്തിലാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസ്സുകാർക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രക്ഷപ്പെടും. മനസ്സിലായിട്ടില്ല, ഇപ്പോഴും പഴയതുപോലെ കുഞ്ഞാക്കയുടെയും പിന്നെ തങ്ങളുടെയും വാലായിട്ട് നിൽക്കാനുള്ള പരിപാടിയെങ്കിൽ കഷ്ടം പറയാനുള്ളൂ. ഇത്രയും കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എന്തൊരു ഇതാദ്യമുള്ളത്. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഇന്നത്തെ പരിപാടി നിർത്താം. അത് മറ്റൊന്നുമില്ല, പ്രാദേശിക കാര്യമാണ്. അന്തർദേശീയ കാര്യം ഞാൻ പറയുന്നില്ല. പ്രാദേശിക കാര്യം 2 പോയിന്റ്. ഒന്ന്, കാക്കാട് സീപോർട്ട് എയർപോർട്ട് കേന്ദ്രമായിട്ട് 1 കിലോമീറ്ററുള്ള ഫ്രണ്ടേജുള്ള 10-20 ഏക്കറായിട്ട് ഉണ്ടാവും ഒരു കോമ്പൗണ്ട്. ബസ് സ്റ്റാൻഡ് മുതൽ പിന്നെ ബസ് സ്റ്റാൻഡ് മുതൽ പിന്നെ മുനിസിപ്പാലിറ്റി ഓഫീസ് വരെയുള്ള ആ ഒരു ലൈൻ, ഒരു ചുറ്റി സ്ഥലമുണ്ടല്ലോ, അവിടെ ഒരു വികസനം ആ മണ്ണിട്ട് നികത്തി വികസന പരിപാടി ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ ഒന്ന് ശ്രദ്ധിക്കണം. ആ വികസനം എന്ന് പറഞ്ഞാൽ പണ്ട് മഹാഭാരതത്തിലെ അജ്ഞാതവാസ കാലത്ത് അവിടെ അവർ താമസിച്ചിരുന്നു. അവർ ഈ പറഞ്ഞ മൂടിക്കുഴി എന്നാണ് അവർ വലിയ 10-25-30 താഴ്ചകൾ കിടങ്ങണത്. ആ കിടങ്ങ് ഇങ്ങനെ പോയി പാതാളം പുഴ വരെ പോയിട്ടുണ്ട്. അത് പലതിപ്പോൾ നീർന്നു പോയി. എത്രയോ വർഷം 10,000 വർഷം മുമ്പല്ലേ നീർന്നു പോയിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, തുരങ്കമൊക്കെ പോട്ടെ, അല്ലെങ്കിൽ കിടങ്ങൊക്കെ പോട്ടെ. അവിടെ മണ്ണിട്ട് നികത്തിയിട്ട്, മണ്ണില്ല വേസ്റ്റോട് നികത്തിയിട്ട് അവർ ലെവലാക്കാൻ ഉദ്ദേശിച്ചത്. അത് മണ്ടത്തരമാണ്. അവിടെ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല.
ആ 2 നിലയോളം 25 അടി ഉണ്ടെങ്കിൽ 2 നില പൊക്കം കിട്ടുക, 2 നില ബേസ്മെൻ്റ് ആകണം. ടോളിൽ നിന്ന് വാർത്ത് പോകാൻ പോരെ. അങ്ങനെ ഒരു സ്ഥലം നമ്മൾ ടോളിൽ നിന്ന് മുണ്ടമ്പാലത്തേക്ക് അങ്ങനെപ്പിടിക്ക് പോകുന്ന വഴിയിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട്, കുഴിയായത് 2 നില കുഴി ആണ്. 3ാമത്തെ നിലയിലാണ് റോഡിൽ നിന്ന് എൻട്രൻസ്, ബാക്കി 2 നില അണ്ടർഗ്രൗണ്ടാണ്. അപ്പോൾ ഈ 2 നില അണ്ടർഗ്രൗണ്ട് ആക്കാം. അതൊരു ഇൻ്റർനാഷണൽ കപ്പാസിറ്റി ഉള്ള ഒരു കോംപ്ലക്സ്, ഓഫീസ് കം റെസിഡൻഷ്യൽ കോംപ്ലക്സ് ആക്കാം. അത് കോർപ്പറേഷന് സാധിക്കില്ല, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിന് സാധിക്കില്ല, ഗവൺമെൻറ് പണമില്ലെങ്കിൽ BOT അടി സ്ഥലത്ത് കൊടുക്കുക. നല്ലൊരു സ്ഥാപനം വരട്ടെ, ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ BOT. പണ്ട് CD ഉണ്ടായത്, അപ്പം അതിന് വേറെ ഈ പേര് മാറിയിട്ടുണ്ട്. അതിൻ്റെ അങ്ങനെയാണ് ബിൽഡ്, പണിയുക, ഓപ്പറേറ്റ് ചെയ്യുക, പിന്നെ തിരിച്ച് സർക്കാർ ഏൽപ്പിക്കുക. അപ്പോൾ ഇതൊരു മറ്റേ BOT പാലം എന്നൊക്കെ പറഞ്ഞില്ലേ, മട്ടാഞ്ചേരി തേവര തോപ്പടി പാലമൊക്കെ, അതുപോലെ ഏതൊരു ഒരു 10-20 വർഷത്തേക്ക് കൊടുക്കാം, അത് കഴിഞ്ഞ് തിരിച്ചെടുക്കാമല്ലേ. അങ്ങനെ ചെയ്യണം. നിങ്ങൾ വെറുതെ കുത്തി കടങ്ങിൽ വഴി പിന്നെ വേസ്റ്റിട്ട് പൊക്കി വേറെ ഒരു ലോക്കായി കളയില്ലേ. ഇപ്പം കച്ചേരിപ്പിടിക്ക് 2 സ്ഥലം ഉണ്ടായതല്ലോ. ഒന്ന് എക്സൈസിൻ്റെ 3 സ്ഥലമുണ്ട്. ഒന്ന് എക്സൈസിൻ്റെ, ഒന്ന് ഓപ്പോസിറ്റ് ആയുർവേദ ഹോസ്പിറ്റല്, പിന്നെ അപ്പുറത്ത് ഉഷ ടൂറിസം. 3 കണ്ണായ സ്ഥലമാണ്, ഏക്കറിന് സ്ഥലമുണ്ട്. അവിടെയൊക്കെ 2 സ്ഥലത്ത് നമ്മൾ ചെറിയ 4-5 കെട്ടമാണ് അങ്ങോട്ട് കളഞ്ഞത്. ആയുർവേദ ഹോസ്പിറ്റലിൽ മൊത്തത്തിൽ എത്ര ഇനിയും കിടക്കുന്ന കുറേ സ്ഥലം, അത് നല്ല മൊത്തത്തിലൊരു വലിയ ബിൽഡിംഗ് പണിയായിരുന്നു. അത്രയും പ്രതീക്ഷയില്ല. അത് അലക്കാൻ ലാഭം മാത്രമേ ഉള്ളൂ. അത് കളയല്ലേ. ഇത് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഭരണമില്ല, പിന്നെ കെയർ ടേക്കറാണല്ലോ. അതുകൂടാതെ അവിടെ തന്നെ നമ്മൾ ട്രാൻസ്പോർട്ട് വേണ്ടി കുറച്ച് 50 സെൻറ്റ് സ്ഥലം മാറ്റിയിട്ടുണ്ട്. അതും വേണമെങ്കിൽ ഇതോടനുബന്ധിച്ച് ചെയ്യാം. ആ സ്ഥലം വേറെ ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് കാര്യം ചെയ്യാണ്ട്. എന്നെ ഡൗട്ട് എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു തരികയും ചെയ്യേണ്ടിയിട്ടുണ്ട്. മറ്റൊന്ന്, അവർ പറഞ്ഞ് നിർത്താണ് കേട്ടോ സ്വയം നിർത്തി. മറ്റൊന്ന്, ഇപ്പോൾ സീപോർട്ട് എയർപോർട്ട് റോഡ് വന്നത് HMT ജംഗ്ഷൻ, HMT അവിടെ നിൽക്കുകയാണ്. അത് കടന്ന് അങ്ങോട്ട് പോകാനുള്ള പണിയൊക്കെ തുടങ്ങി. എയർപോർട്ടിന് അങ്ങോട്ട് പോകുന്ന ഭാഗത്തേക്കുള്ള കുറേ പണിയുണ്ട്. അവിടെ ഒരു സബ്വേ അല്ലെങ്കിൽ അടിപ്പാത, ഒരു ഫ്ലൈ ഓവർ, ഒരു അടിപ്പാത വേണം. അടിപ്പാത വന്നാൽ സിഗ്നൽ ഒഴിവാക്കുക. അല്ലെങ്കിൽ ഇതാണ് ഓൺ ചെയ്യുമല്ലോ. ഇപ്പം തന്നെ ഭയങ്കര തിരക്കാണ്. HMTയുടെ പ്രാധാന്യം മനസ്സിലായി. HMT മേഖല കളമശ്ശേരി, എത്ര സ്ഥാപനങ്ങൾ, എത്ര 1000 പണിക്കാരെ വരുന്നത്, എത്ര വികസനമാണ്. ആകെ എത്ര വാഹനങ്ങൾ വരുന്നു. അവിടെയെല്ലാം ഇതും കൂടെ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്. അപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ സീപോർട്ട് എയർപോർട്ടിൽ വരുന്ന വഴി ക്രോസിങ്ങിലല്ലോ, നേരെ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യണം. അവിടെ ടേൺ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുന്നുണ്ട്, റൈറ്റിലേക്ക് ടേൺ ചെയ്യുന്നുണ്ട്. ക്രോസിംഗ് ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. ഇത് ക്രോസ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര തിരക്കാവും, സിഗ്നൽ വഹിക്കും, അപകടമാവും. അതിന് പകരമായിട്ട് ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്താൽ ഒരു സബ്വേ അല്ലെങ്കിൽ അടിപ്പാത വയ്ക്കാം. 1-1.5 കോടി മതി. അത് ചെയ്ത് കഴിഞ്ഞാൽ ആ സിഗ്നൽ ഒഴിവാക്കാം. അടിപ്പാത എന്ന് വെച്ചാൽ താഴെ സ്ഥലം 10-15 അടി പൊണ്ണിട്ട് പൊക്കിയത്, ആ പൊക്കിയ ഭാഗത്തിൽ 10 അടി താഴ്ത്തി എടുക്കുക, അപ്പുറത്ത് 10-20 താഴെ കിടക്കുക, അതൊരു 10 അടി പൊക്കുക. അപ്പോൾ ലെവൽ ഒരു അടിപ്പാത വരെ മുന്നോട്ട് പോകാം. ഇത്രയും കാര്യം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.